ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ആട്ടിൻ തല തോരൻ വയ്ക്കാം. അതിൽ ഇപ്പോൾ ആടിൻ്റെ കണ്ണെല്ലാം കിടക്കുന്ന അതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി കഴുകിയെടുക്കാം. മട്ടൻ്റെ തല നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 4-5 വിസിൽ വരെ കേൾപ്പിക്കാം. ആട്ടിൻതല തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി ഇനി അടുത്തത് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണ്ട. അതിൻ്റെ തേങ്ങാപ്പാൽ വറ്റുന്നവരെ ഒരു ഇളം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതുവരെ വറുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ചതച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അര സ്പൂൺ വെളുത്തുള്ളിയും സ്പൂൺ ഇഞ്ചിയും ചതച്ചതും കൂടി ചേർക്കാം. 1 സ്പൂൺ പെരിഞ്ചീരകം, പട്ട, ഏലക്ക എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ശരിക്കും മൂത്തിട്ടില്ല, ഇതുപോലെ വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് മട്ടൻ തലയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തലത്തോരൻ മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം ഉലുവ ഇടാം, അല്പം കടുകിടാം, കുറച്ച് കറിവേപ്പില. ഇനി ചതച്ച് വെച്ച തേങ്ങ എല്ലാം കൂടി ചേർന്ന മിശ്രിതം ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച തലയുടെ പീസുകൾ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇതും കൂടി മിക്സ് ചെയ്തെടുത്താൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ആട്ടിൻ തല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഗരം മസാലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം. വളരെ നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും തുടക്കക്കാർക്ക് അറിയില്ലെങ്കിൽ ഇതുപോലെ നോക്കി ചെയ്താൽ വളരെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.